എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഡിസംബർ 2025. Knight of Cups, Seven of Cups, World card, Ten of Pentacles, Ten of Cups, Page of Cups, Two of Cups. വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു മാസമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ വളരെ അധികം എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനും അടിമപ്പെട്ടിട്ടായിരിക്കും മുമ്പോട്ടേക്ക് കാണിക്കുന്നത് ഈ ഒരു മാസം. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ഫസ്റ്റ് ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു മാസം നിങ്ങൾ വളരെ ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അത് വരുന്ന മാസത്തേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു മാസം നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയൊരു സമയമല്ല. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്ന വർഷത്തിലേക്ക് അല്ലെങ്കിൽ ജനുവരി മാസത്തിലേക്ക് 2026 മാറ്റി വയ്ക്കുക. കാരണം നിങ്ങൾ വികാരത്തിനടിമപ്പെട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളൊരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ക്രിയേറ്റീവായിരിക്കും, വളരെ കലാപരമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ, എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അത്യുത്സാഹം കാണിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളാണെങ്കിൽ അത് പല രീതിയിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അത് പ്രകടിപ്പിക്കാനും ഒക്കെ നിങ്ങൾ വളരെയധികം ശ്രമിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻസ് പറയുമ്പോൾ പ്രണയ സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് പ്രണയം എത്തുന്ന സമയം, അപ്പോൾ പ്രപ്പോസൽ കാര്യങ്ങൾ, ഒരു ദൂത് ലെറ്റർ, ലവ് ലെറ്റർ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ മാരേജിനെ സംബന്ധിക്കുന്ന അത് നിങ്ങളിലേക്ക് എത്താം. അതുപോലെ ഒരു സുഹൃത്ത് വഴി നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള വ്യക്തിയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അടുപ്പമുള്ളൊരു സുഹൃത്ത്. ആ ഒരു വ്യക്തി പിന്നീട് നിങ്ങളോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നതാവാം, അല്ലെങ്കിൽ ആ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളും അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്നൊരു പ്രണയാഭ്യർത്ഥന കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഫ്ലോട്ടിങ്ങും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ചില ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു സമയമല്ല. പെട്ടെന്ന് അവരുടെ ബാഹ്യമായിട്ട് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ചില ആളുകൾ വളരെ സുന്ദരമായിട്ട് സംസാരിക്കും. അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ആരായാലും വീണു പോകുന്ന രീതിയിലുള്ള സംസാരമാകും. അപ്പം അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് പാവാണെന്നാണ് പൊതുവെയുള്ളൊരു ധാരണ. അപ്പോൾ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു, വളരെ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം, അതിനുള്ള ആളുകളെ നിങ്ങൾ ഈ ഒരു മാസം പരിചയപ്പെടുകയാണ്, അടുത്തിടയ്ക്ക് പരിചയപ്പെട്ട വ്യക്തിയാണ്, അങ്ങനെയുള്ള ആളെ പരിചയപ്പെടുന്നു എങ്കിൽ അതൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള പ്രപ്പോസൽ വരികയാണെങ്കിൽ ആലോചിച്ചിട്ട് പറയാമെന്നുള്ളത് പറയുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല അതിനുള്ളൊരു മറുപടി ഈ മാസത്തിൽ കൊടുക്കാതിരിക്കുക. വരുന്ന മാസത്തേക്ക് ആലോചിച്ച് പതുക്കെ തീരുമാനമെടുത്താൽ മതി. കാരണം നിങ്ങൾ ഈസിലി സ്വേഡ് അവേ ബൈ ഇമോഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ അവസരങ്ങൾ ഒത്തിരി വരുന്ന സമയമാണ്, പല കാര്യങ്ങളിലുള്ള അവസരങ്ങളാണ്. ഇപ്പോൾ കൂടുതലായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള അവസരങ്ങൾ, പ്രണയം, അഭ്യർത്ഥനകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പേഴ്സണലായിട്ടുള്ള കണക്ഷൻസ് പ്രൊഫഷണലായിട്ടും വരുന്നുണ്ട്. പക്ഷേ നിങ്ങളിങ്ങനെ ക്രിയേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ സിനിമ, സീരിയൽ മേഖലകളിൽ, ഇപ്പോൾ യൂട്യൂബർ ആയിരിക്കാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാലമാണ്, അതിൻ്റെ എനർജി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മീഡിയ ഫീൽഡിൽ നിൽക്കുന്നവരായിരിക്കും. ഇപ്പോൾ വാർത്ത വായിക്കുന്ന ഒരു രീതിയായിരിക്കാം, അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവുകൾ, ആങ്കർ ആയിരിക്കാം. ഇവിടെ ഒരു ആങ്കർ എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്, അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സൗന്ദര്യ സംരക്ഷണ മേഖലയിൽ നിൽക്കുന്നവർ, കുറച്ച് ചെറിയ രീതിയിലൊരു പ്രശസ്തിയുള്ള, മറ്റുള്ളവരെ അറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള അവസരം ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവസരം കലാപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും വരുന്നതെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ കേട്ട പാതി ഒറ്റയടിക്ക് അതിലേക്ക് എടുത്ത് ചാടാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സുന്ദരമായിട്ടുള്ള അവസരമാണെങ്കിലും
അപ്പം തന്നെ ഓക്കെ പറയാതിരിക്കുക, അത് എന്താണ്, ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ്, ഇത് നിങ്ങളെ തന്നെ തേടി വന്നിരിക്കുന്നത്, എന്തൊക്കെ സിറ്റുവേഷൻ എല്ലാം ആലോചിച്ചിട്ട് മാത്രം മറുപടി പറയാം. ഈ ഒരു മാസം തന്നെ മറുപടി പറയണമെങ്കിൽ പ്രത്യേകിച്ച് എല്ലാ വശവും നന്നായിട്ട് ആലോചിച്ചിട്ട് പറയാം. അല്ലാതെ മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം. ഓക്കെ. നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡാണ്. ചില ആളുകളെ സംബന്ധിച്ച് പല കാര്യങ്ങളുടെയും പര്യവസാനമായിരിക്കാം ഇത്. ജോലി സംബന്ധമായിട്ട് ജോലിയിൽ മാറ്റം കൊണ്ടുവരുന്ന സമയമാവും. പുതിയ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകളാവാം ഇത്. ഒത്തിരി എന്ത് തരത്തിലുള്ള യാത്രയാണെങ്കിലും, ഇപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടൊക്കെ ആണെങ്കിലും ഈ യാത്രകൾ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയും സന്തോഷവും തരുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് ഈ സമയം. അപ്പോൾ അത് ചില ആളുകളെ സംബന്ധിച്ച് ഒരു സ്പിരിച്വൽ ട്രിപ്പാവും, സ്പിരിച്വലി ഒത്തിരി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ആത്മീയമായിട്ടുള്ള യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ലൈഫിൻ്റെ ഒരു എന്താ പറയുക, നിങ്ങൾ ഒത്തിരി ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു ഇടം നിങ്ങൾ കാണണം, മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ഇടങ്ങളൊക്കെ നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കണക്ഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ പലരെ സംബന്ധിച്ചൊരു ലൈഫ് പേർപ്പസ് മനസ്സിലാക്കുന്നു നിങ്ങളുടെ. അങ്ങനെയുള്ളൊരു യാത്രയും ദൈവികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ള പല യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ജീവിത സാഹചര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളെ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്, എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. കൂടുതലും ഇമോഷണലി കണക്റ്റഡ് ആവുന്ന സമയമായതുകൊണ്ട് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് പ്രാക്ടിക്കലും കൂടി ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് 10 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഫാമിലിയിൽ വളരെയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഹോസ്റ്റലിലോ മറ്റോ പഠനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാറി നിൽക്കുന്നവരാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം കാണിക്കും. ഈ ഒരു സമയം, ഈ ഒരു മാസം പൊതുവെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്നു. സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെയൊക്കെ വീട്ടിലൊക്കെ ആയിട്ട് നിന്ന് ഒരു ഫാമിലി കണക്ഷൻ നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി ഫാമിലിയിൽ നല്ലൊരു അന്തരീക്ഷം, ഫാമിലിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മടങ്ങിപ്പോയിട്ടുള്ള, ഇപ്പോൾ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് ഫാമിലിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ ഫാമിലിയോട് ഒരുമിച്ച് ചേരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഫാമിലിക്കകത്ത് കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ മാറി ഒരു സന്തോഷവും സമാധാനവുമുള്ള ഒരു കുടുംബ അന്തരീക്ഷം നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതും ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് ഓഫ് കപ്സ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹ സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്, പ്രണയം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. പിന്നെ ഇവിടെ പറയാനുള്ള ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം, പെട്ടെന്ന് ദേഷ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന കൊണ്ട് സന്തോഷം വരുന്ന പോലെ തന്നെ ദുഃഖവും ദേഷ്യവും വാശിയൊക്കെ എല്ലാ എക്സ്പ്രഷൻസും ഡബിളായിട്ട് കാണിക്കുന്ന സമയമാണ്. അപ്പോൾ ഇമോഷൻസ് പെട്ടെന്ന് അങ്ങനെ വരുന്നതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അധികം സംസാരിക്കുന്നതൊന്ന് കുറയ്ക്കുക. കാരണം കൂടുതൽ സംസാരിക്കുമ്പോൾ എല്ലാം എക്സ്പ്രസ് ചെയ്യും, അത് നല്ലതിനല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതിപ്പോൾ ഫാമിലിയിലാണെങ്കിലും പുറത്താണെങ്കിലും ദേഷ്യം വരുമ്പോൾ പറയുന്ന ചില വാക്കുകൾ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തിയേക്കാം. അപ്പോൾ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന, അതായത് അധികം സമയം പുറത്തൊന്നും ചിലവഴിക്കാതെ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ലവേഴ്സ് എനർജിയാണ്, അതായത് 2 ഓഫ് കപ്സ് എനർജിയാണ്. പാർട്ട്ണർഷിപ്പ് നല്ല പ്രണയവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് പാർട്ട്ണർഷിപ്പും ആവാം. ഇത് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വിവാഹമാകാം, അല്ലാത്ത ചില ആളുകളെ സംബന്ധിച്ച് ഒരു ബിസിനസ് സിറ്റുവേഷൻ ആകാം. ഇപ്പോൾ ബിസിനസ്സിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷെ നല്ലൊരു സുഹൃത്ത്, അതുപോലെയുള്ളൊരു സൗഹൃദം, സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ളൊരു ബന്ധം എന്നുള്ളതാണ്. അതിപ്പോൾ സൗഹൃദമാകാം, അല്ലെങ്കിൽ പ്രണയം ആ ഒരു രീതിയിലാവാം, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ അങ്ങോട്ടേക്കും മനസ്സിലാക്കി ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്ന തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പും ആവാം. അപ്പോൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയാലും ഒരു നല്ലൊരു കണക്ഷൻ സ്ഥാപിക്കാനായിട്ട് നിങ്ങൾക്ക് അവിടെ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല സൗഹൃദങ്ങളും മറ്റും സൃഷ്ടിക്കാൻ പറ്റുന്ന സമയമാണ്. പഠനത്തിലും മുന്നേറ്റം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.